ഗൈസ് രാവിലെ തന്നെ ഞാനും ഷിൻചാനും പിൻചാനും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വന്നുട്ടാ. നമ്മൾ എന്നിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നമ്മൾ പക്ഷെ കുറച്ച് അധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഈ ഷിൻചാനും പിൻചാനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാ. ഇവര് കുറേ സാധനങ്ങൾ അങ്ങ് മേടിച്ചു. അതുകൊണ്ട് എൻ്റെ ബാങ്ക് ബാലൻസ് ഇപ്പോൾ ഏകദേശം കാലിയാവാറായി. എന്താ ചെയ്യുക? നമ്മൾ പിന്നെ KFC-യിലും കയറിയിട്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ബർഗർ പാഴ്സൽ മേടിച്ചു. നമുക്കിനി വീട്ടിൽ പോയിട്ട് അതൊക്കെ കഴിക്കണം. ഞാൻ പിന്നെ പാഴ്സൽ മേടിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, ചോപ്പ് വീട്ടിലായിരിക്കണേ. ചോപ്പിനായാലും ബർഗർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവന് കൂടി ഉള്ളത് ഞാൻ മേടിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം, എന്നിട്ട് ആ ബർഗറൊക്കെ എടുത്ത് കഴിക്കാം. എനിക്ക് പിന്നെ എന്താണാവോ നന്നായിട്ട് വിശക്കുന്നുണ്ട്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഫ്രാങ്ക്ലിൻ അണ്ണാ, നമുക്ക് വൈകുന്നേരം ആകുമ്പോ മൗണ്ട് ചില്ലാട് വരെ കറങ്ങാൻ പോയാലോ? എന്ത് പറയണു? ഇന്ന് തന്നെ കറങ്ങാൻ പോടാ. നമുക്ക് വേറെ ദിവസം പോയാൽ പോരെ? ശരി, നമുക്ക് നോക്കി നോക്കാം. ഇപ്പൊ സമയം എത്രയായി? ഒരു മിനിറ്റ്, എൻ്റെ മൊബൈൽ എവിടെയാ? എടാ ഷിൻചാനെ പിൻചാനെ, നിങ്ങളുടെ കയ്യിൽ എൻ്റെ മൊബൈൽ ഉണ്ടോ? ഇല്ലില്ല, അണ്ണന്റെ മൊബൈല് നമ്മുടെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിലില്ലേ? പിന്നെ അത് എങ്ങോട്ടേക്കാ പോയേ? എനിക്ക് തോന്നണതേ ആ മൊബൈൽ ഷോപ്പിംഗ് മാളിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്ന, എവിടെയെങ്കിലും കളഞ്ഞു പോയിണ്ടാവും. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ഷോപ്പിംഗ് മാളിലേക്ക് പോവാം. അവിടെ ആ മൊബൈൽ കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ മൊബൈലിലാണെങ്കിൽ ഇഷ്ടം പോലെ കോണ്ടാക്റ്റും മെസ്സേജസ് ഒക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ ഈ കാണുന്ന ഷോപ്പിംഗ് മാളില്ലേ, മൊത്തം തപ്പി നോക്കി. ഒരു സ്ഥലത്തും എൻ്റെ മൊബൈൽ ഫോൺ കാണാനില്ല. പിന്നെ അത് എങ്ങോട്ടേക്കാണ് പോയിണ്ടാവുക? എനിക്ക് തോന്നണതേ ആരോ എൻ്റെ മൊബൈൽ ഫോൺ അടിച്ചു മാറ്റിണ്ടാവുന്നു. അങ്ങനെ വരാൻ വഴിയുള്ളോ? ഇതിപ്പോൾ കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് മാളുടെ ഉള്ളിൽ എവിടെയെങ്കിലും കാണേണ്ടതാ. ഇതിപ്പോൾ നമ്മൾ മാള് മൊത്തം തപ്പി നോക്കി, ഒരു സ്ഥലത്തും കാണാനില്ല. അതിൻ്റെ അർത്ഥം ആരോ എൻ്റെ മൊബൈൽ ഫോൺ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? ഇനിയിപ്പോ എന്തൊട്ട് ചെയ്യാനാ? വേറെ മൊബൈൽ ഫോൺ മേടിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. ഞാനിപ്പോൾ എങ്ങനെയാ പുതിയ മൊബൈൽ ഫോൺ മേടിക്കുക? എൻ്റെ കയ്യിലിപ്പോൾ അധികം പൈസ ഒന്നുമില്ല. നിങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫുള്ള് കാലിയേക്കുക. പിന്നെ എനിക്ക് എവിടെ നിന്ന് കാശുള്ള പുതിയ മൊബൈൽ ഫോൺ മേടിക്കാൻ? നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ലെസ്റ്ററിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊബൈലിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനു മുൻപേ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ തൽക്കാലം വീട്ടിലേക്ക് പോവാം, എന്നിട്ട് ആ ബർഗറൊക്കെ എടുത്ത് കഴിക്കാം. എനിക്ക് ഇപ്പോൾ എന്താണാവോ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഒരു മൊബൈൽ ഫോണല്ലേ, നമുക്ക് വേണമെങ്കിൽ വേറെ ഒരെണ്ണം മേടിക്കാം. അതിന് കുറച്ച് ക്യാഷ് സെറ്റാക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഐഫോൺ മേടിക്കാം, അല്ലെങ്കിൽ S22 അൾട്ര. ഇയാൾ എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കണേ? ഓരോ ബോധമില്ലാത്ത ആൾക്കാരുടെ കയ്യിൽ വണ്ടി കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിപ്പോൾ അധികം പൈസ ഇല്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയേക്കാണ്. എടാ ഷിൻചാനെ പിൻചാനെ, വണ്ടിയിൽ നിന്ന് ഐറ്റംസ് ഒക്കെ എടുക്ക്. ആദ്യം ആ ബർഗറും കൂൾ ഡ്രിങ്ക്സ് എടുക്ക്. നമുക്ക് ആദ്യം കുറച്ച് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസ് വണ്ടിയിൽ നിന്ന് ഇറക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ബർഗറൊക്കെ റെഡി ആയിക്കാണ്. ഒരു മിനിറ്റ്, ഈ ചോപ്പ് എവിടെ പോയേ? ഈ ചോപ്പിനാണെങ്കിൽ ബർഗർ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഒറ്റയടിക്ക് 10-20 ബർഗറൊക്കെ കഴിക്കും. ഇന്നിപ്പോൾ ചോപ്പിനെ കാണാനില്ല. ഒരു മിനിറ്റ്, ചോപ്പ് ദേ അവിടെ ഇരിക്കുന്നുണ്ട്. എടാ ചോപ്പ് എവിടാ? നമുക്ക് ബർഗർ കഴിക്കാം. ഇവിടുത്തെ ഡ്രൈവർ വന്നൂലോ. എടാ ഡ്രൈവറെ, സുഖല്ലേ? എന്തൊക്കെയുണ്ട്? എടാ ഫ്രാങ്ക്ലിനെ, നിനക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാ? ഞാൻ നിന്റെ അടുത്ത് എന്തൊരു തെറ്റ ചെയ്ത്? എടാ ഡ്രൈവറെ, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ? എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യമില്ലേ. നീ എപ്പോ നേരത്തെ മെസ്സേജ് ചെയ്തില്ലേ ഞാൻ നിന്നെ വെറുതെ വിടാൻ പോണില്ലെന്ന്, കൊന്നുകളയോന്ന്? എടാ ഡ്രൈവറെ, ഞാനെപ്പോൾ മെസ്സേജ് ചെയ്തു? അതെ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ മൊബൈല് ആരോ അടിച്ചു മാറ്റിയേക്കാ. രാവിലെ ഞാനും ഷിൻചാനും പിൻചാനും മാളിലേക്ക് പോയിണ്ടായിരുന്നു. അന്നേരം എൻ്റെ മൊബൈൽ ആരോ അടിച്ചു മാറ്റി. പിന്നെ അത് എവിടെയാന്ന് എനിക്കറിയില്ല. നമ്മൾ എന്നിട്ട് മാളിൽ കുറെ തപ്പി നോക്കി, എൻ്റെ മൊബൈൽ കിട്ടിയില്ല. ശരി, അങ്ങനെയാണോ? ഞാനൊന്ന് ശരിക്കും പേടിച്ചു പോയി. നീ ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനല്ല നിന്നെ മെസ്സേജ് ചെയ്തേ. ഞാൻ നിന്നെ കൊല്ലാനും പോണില്ല. എൻ്റെ മൊബൈൽ ആരോ അടിച്ചു മാറ്റിയേക്കാ. എനിക്കിനി വേറെ മൊബൈൽ ഫോൺ മേടിക്കണം. എന്നാലും ആ മൊബൈൽ ഫോൺ ആരടിച്ചു മാറ്റിയേ? അതാരാണോ അടിച്ചു മാറ്റിയേ? എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കേണ്ടി വരും. ഒരു മിനിറ്റ്, ഇവിടത്തെ മൈക്കിളും വന്നല്ലോ. എടാ മൈക്കിളെ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ? നീ എന്തിനാ നേരത്തെ മെസ്സേജ് ഇട്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോവന്ന്? എടാ ഞാനൊന്നും മെസ്സേജ് ചെയ്തിട്ടില്ല. എൻ്റെ മൊബൈല് ആരോ അടിച്ചു മാറ്റിയേക്കാ. നേരത്തെ ഡ്രൈവറിനും ആരോ മെസ്സേജ് ചെയ്തു കൊല്ലാൻ പോവാന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ഞാൻ ആർക്കും മെസ്സേജ് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല. നീ കള്ളം പറയാ. നീ നേരത്തെ മെസ്സേജ് ചെയ്തു. ഇല്ലടാ മൈക്കിളെ, ഞാൻ മെസ്സേജ് ചെയ്തിട്ടില്ല. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ വീടും പറമ്പും ഈ പരിസരം മൊത്തം തപ്പി നോക്കിക്കോ. എടാ മൈക്കിളെ, ഫ്രാങ്ക്ലിൻ പറയണത് ശരിയാ.
ഇവന്റെ മൊബൈൽ ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. നേരത്തെ എനിക്കും മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവൻ മെസ്സേജ് ചെയ്തതാവുന്നു, പക്ഷെ അങ്ങനെയല്ല. അത് ശരി. അപ്പോൾ നിന്റെ മൊബൈൽ ആരാ അടിച്ചു മാറ്റിയേ? അതെനിക്കെങ്ങനെ അറിയാ? ഞാനിപ്പോൾ ഏതായാലും ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവാ. ആ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അവൻ ആരാണാവോ? അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അല്ലെങ്കിൽ ഇതേപോലെ കുറേ പേർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. എന്നാ പിന്നെ നീ ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നോക്ക്. എനിക്ക് എന്താണോ പേടിയാവുണ്ട്. ഇല്ലടാ ഡ്രൈവറെ, നീ പേടിക്കൊന്നും വേണ്ട. അതെ, നിങ്ങൾ വലുതും കഴിച്ചാ? നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവിടെ ബർഗറൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ തൽക്കാലം അത് കഴിച്ചോ. ഞാൻ അപ്പോഴേക്കും ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ആ ഫോണിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ അത് കണ്ടുപിടിച്ചിട്ട് വരാം. എന്നാലും ആരാണോ ഈ പണി ഒപ്പിക്കണേ? എന്തിനാണോ അങ്ങനെ മെസ്സേജ് ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓ, ഇത് മൈക്കിളുടെ വണ്ടിയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഒരു നൈസ് വണ്ടിയാ. നമുക്ക് തൽക്കാലം സ്വന്തം വണ്ടി എടുക്കാം, അതായിരിക്കും നല്ലത്. ഈ വണ്ടിയാണെങ്കിൽ ഓൾറെഡി ഡാമേജ് ആവും ചെയ്തു. അല്ല, നിങ്ങളെങ്ങോട്ടാ? നമ്മള് അണ്ണന്റെ കൂടെ വരാ. ആ ബർഗർ അവന്മാര് കഴിച്ചോട്ടെ, നമുക്ക് വേറെ മേടിക്കാം. അത് ശരി. ഞാൻ ബർഗർ മേടിക്കാനല്ല പോണേ. ഞാനിപ്പോൾ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോണേ. എനിക്ക് ആ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ. എൻ്റെ മൊബൈലിലാണെങ്കിലേ ഇഷ്ടം പോലെ കോണ്ടാക്ട്സ് ഉണ്ട്. അവനിപ്പോൾ ആർക്കൊക്കെയാണോ മെസ്സേജ് ഇതുണ്ടാവുക. അത് മാത്രമല്ല, എൻ്റെ പബ്ജിയുടെ അക്കൗണ്ടും അതിലാ. എനിക്ക് കോൺക്വറർ പുഷ് ചെയ്യാനുള്ളതാ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. എടാ ലെസ്റ്ററെ, അതെ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഒരു മിനിറ്റ്, ഇതെന്തത്? എടാ ഷിൻചാനെ, പിൻചാനെ, ഇത് നോക്കിയേ. നമ്മുടെ ലെസ്റ്ററിനെ ആരോ കൊന്നേക്കുക. ഷേ, ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? ആ ഫോണിൻ്റെ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? എനിക്ക് തോന്നണതേ ലെസ്റ്ററിനും മെസ്സേജ് വന്നിട്ടുണ്ടാവുന്നു. എന്നിട്ട് ആരോ വന്ന് ലെസ്റ്ററിനെ കൊന്നു. അങ്ങനെ ഉണ്ടായേ. അയ്യോ, അങ്ങനെയാണെങ്കിൽ മൈക്കിളും ട്രവറും വീട്ടിലൊറ്റയ്ക്കല്ലേ? അവർക്കും നേരത്തെ മെസ്സേജ് ഒക്കെ വന്നില്ലേ? ആടാ, അത് ശരിയാ. എന്നപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എന്നാലും ആരാണോ ഈ പണി ഒപ്പിക്കണേ? എന്തൊട്ടായാലും എനിക്കറിയണ ഒരാളാണ്, അത് ഉറപ്പാ. അല്ലാണ്ട് വേറെ ആരും അങ്ങനെ ചെയ്യില്ല. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഒരു മിനിറ്റ്, ഇതെന്തത്? മൈക്കിളുടെ വണ്ടി കത്തിക്കരിഞ്ഞല്ലോ. ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കാം. മൈക്കിളുടെ വണ്ടി ആരോ കത്തിച്ച് കളഞ്ഞു. അതിൻ്റെ അർത്ഥം വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തൽക്കാലം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എടാ ഷിൻചാനെ, പിൻചാനെ, നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി. ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ലെസ്റ്ററിന് സംഭവിച്ച പോലെ ഇവർക്കും സംഭവിച്ചിട്ടുണ്ടാവോ? ഈശ്വര, അങ്ങനെ വരാൻ പാടില്ല. ഗൈസ്, വീണ്ടും പണി കിട്ടിയേക്കാ. ഇവിടെ മൈക്കിളിനെയും ട്രെവറിനെയും ആരോ കൊന്നേക്കാ. ഷേ, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ 3 കൂട്ടുകാരിപ്പം മരിച്ചു. ലെസ്റ്റർ, മൈക്കിൾ, ട്രെവർ. എന്തുട്ടായാലും ആ കൊന്ന ആളില്ലേ, അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്ക് പോയിട്ട് അയാളെങ്ങ് കണ്ടുപിടിക്കാം. ഇന്ന് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഒരു മിനിറ്റ്, ഇവിടെ പോലീസൊന്നുമില്ലോ. അത് ശരി. എടാ ഫ്രാങ്ക്ലിനെ, അപ്പോൾ നീയല്ലേ ഇതിൻ്റെ ഒക്കെ പിന്നിൽ? നിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏതെങ്കിലും തീരുമാനം അവിടെ? അയ്യോ സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരാൾക്കും മെസ്സേജ് അയച്ചിട്ടില്ല. പിന്നെ മൊബൈലിൽ തന്നെ മെസ്സേജ് അയക്കുമോ? നീ എന്തുട്ടി പറയണേ? നീ ഇവർക്കൊക്കെ മെസ്സേജ് അയക്കുകയും ചെയ്തു, ഇവരെ കൊല്ലും ചെയ്തു. നീ തൽക്കാലം നമ്മുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോരെ. അയ്യോ എൻ്റെ പൊന്നു സാറേ, ഞാൻ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല. എൻ്റെ മൊബൈൽ ഫോൺ ആരോ അടിച്ചു മാറ്റിയേക്കാ. അയാളാണ് ഈ മെസ്സേജൊക്കെ അയക്കണേ. അതിപ്പോൾ നമ്മളിങ്ങനെ വിശ്വസിക്കുക? നീയേ ടോട്ടൽ 5 പേരെ കൊന്നേക്കണ്. 5 പേരാ? മൈക്കിള്, ട്രെവർ, ലെസ്റ്റർ. ആ ബാക്കി 2 ആൾക്കാരാരാ? ബാക്കി 2 പേര് ആരാന്നാ? ലമാറും സിമിയോണും. നീ ഇനി കൂടുതലൊന്നും മിണ്ടണ്ട. മര്യാദയ്ക്ക് നമ്മുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോരെ. ഓക്കെ ഗൈസ്, പോലീസുകാർ നമ്മളെ ലോക്കപ്പിൽ ഇട്ടേക്കാണ് കേട്ടാ. എന്നാലും ഇവന്മാർക്ക് എന്താണോ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എൻ്റെ കയ്യിലാണെങ്കിൽ വെപ്പൺസ് പോലും ഇല്ല. അതാ മെയിൻ പ്രശ്നം. അയ്യോ എൻ്റെ പൊന്നു സാറേ, ഞാൻ പറയണതൊന്നും വിശ്വസിക്കേ. ഞാൻ ആരെയൊന്നും കൊന്നിട്ടില്ല. എൻ്റെ മൊബൈല് ആരോ അടിച്ചു മാറ്റിയേക്കാ. അയാളാണ് എല്ലാവരെയും കൊന്നുകളയണേ. അതിപ്പോൾ നമ്മളെങ്ങനെ വിശ്വസിക്കുക? ഒന്നാമത്തെ കാര്യം, നിന്റെ മൊബൈൽ ഫോൺ ഒരാളും അടിച്ചു മാറ്റിയിട്ടില്ല. രാവിലെ തൊട്ട് നിന്റെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ നിന്റെ വീട്ടിലെ കാണിക്കണ്ടായിരുന്നു. അയ്യോ അതെങ്ങനെയാ? ഞാൻ രാവിലെ മാളിലേക്ക് പോയിണ്ടായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. മാളിൽ വെച്ചിട്ടാ എൻ്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടെ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇനി ഒന്നും പറയണ്ട.
നിന്നിപ്പോ ഏതായാലും ജയിലിലേക്ക് കൊണ്ടുപോയില്ല. പകരം നമ്മൾ നിന്നെ എൻകൗണ്ടർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ലോസ് ആൻഡോസിൽ ഒരു മർഡർ പോലും നടക്കില്ല. അയ്യോ സാറേ, ഞാൻ പറയണതൊന്ന് കേക്ക്. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മളെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്? ഇത് ഏതാ സ്ഥലം? ഒരു മിനിറ്റ്, എന്നെ ഇപ്പോൾ എൻകൗണ്ടർ ചെയ്യാൻ പോവാണോ? ആ മുമ്പിൽ നിൽക്കുന്ന സാറിൻ്റെ കയ്യിൽ DBS ഉണ്ട്. അത് വെച്ചിട്ട് ഒരെണ്ണം കിട്ടിയാൽ മതി. എൻ്റെ തല മൊത്തം പൊളിഞ്ഞു പോവും. നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ? അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ആ ഷിൻചാനും പിൻചാനാണെങ്കിൽ ആ ഭാഗത്ത് ഒറ്റയ്ക്ക് നിൽക്കണേ. ഞാൻ അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ അവസ്ഥ എന്താണാവോ? നമുക്കിപ്പോൾ എങ്ങനെ രക്ഷപ്പെടാ? ഒരു മിനിറ്റ്, ഈ ഓഫീസറിൻ്റെ കയ്യിൽ ഒരു പിസ്റ്റലുണ്ട്. നമുക്കത് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കാം. എടാ ഫ്രാങ്ക്ലിനെ, നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. നീ ഇന്ന് രക്ഷപ്പെടാൻ പോണില്ല. അയ്യോ, ഇയാളെന്നെ ഭീഷണിപ്പെടുത്താണല്ലോ. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യാ? ഈ തോക്കാണെങ്കിൽ എടുക്കാനും കിട്ടണില്ല. ഓഫീസറെ, ഞാനിപ്പോൾ 3 വരെ എണ്ണും. അതിൻ്റെ ഉള്ളിൽ ഇയാളെ തീർത്ത് കളയണം. അതിനു മുൻപ് ഞാൻ നിങ്ങളെ തീർത്ത് കളയും. ഇവിടെ ഒരു അറ്റണത്തിന് വെറുതെ വിടണ്ട. ഓക്കെ, ഇവന്മാരുടെ കാര്യത്തിൽ എങ്ങനെ ഒരു തീരുമാനം അയക്കാം. കറക്റ്റ് ടൈമിലാണ് എനിക്ക് പിസ്റ്റൽ കിട്ടിയേ, അല്ലെങ്കിൽ ഞാനിന്ന് തീർന്നെ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഒരു മിനിറ്റ്, ആ DBS എടുക്കാം. ഇത് നല്ലൊരു ഗണ്ണാണ്. ആക്ച്വലി DBS ഒരു ഷോർട്ട് ഗണ്ണാ. ഇത് വെച്ചിട്ട് ഒരാളുടെ തലയും അടിച്ചാൽ മതി, പിന്നെ അയാളുടെ തല കാണില്ല. ഇവിടെ ഇപ്പോൾ ബാക്കി പോലീസുകാർ അറിഞ്ഞിട്ടില്ല കേട്ടാ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി അടിച്ചു മാറ്റാം. എന്നിട്ട് വേഗം വീട്ടിലേക്ക് പോവാം. ഷിൻചാനും പിൻചാനും വീട്ടിൽ ഒറ്റയ്ക്കാ. എന്നാലും ഈ ഫ്രാങ്ക്ലിനാണ് എങ്ങോട്ടേക്കാ പോയേ? ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയതാ. ഇതൊരിക്കും വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ ഇപ്പൊ ഇരുട്ടാവും ചെയ്തു. എടാ പിൻചാനെ, വാടാ, നമുക്കൊന്ന് കേറി നോക്കി നോക്കാം. ഇവിടെ ഇപ്പൊ എനിക്ക് ആരെയും കാണാനില്ല. മൈക്കിളും ഡ്രൈവറും ഇവിടെ നിൽക്കണ്ടായിരുന്നു, ഇവരെയും കാണാനില്ല. എന്നാലും നമ്മുടെ അണ്ണൻ എങ്ങോട്ടേക്കാ പോയേ? എടാ പിൻചാനെ, പണി കിട്ടി. എനിക്കും ആ മെസ്സേജ് വന്നു, എന്നെ കൊല്ലാൻ പോവാന്ന്. ഇനിയിപ്പോ എന്തുകൂടെ ചെയ്യാ? നമ്മുടെ അണ്ണൻ എവിടെയാണാവോ? ഓക്കെ ഗൈസ്, ഞാൻ കഴിഞ്ഞ 10 വർഷം ജയിലിലായിരുന്നു. ആ ഫ്രാങ്ക്ലിൻ ഒറ്റൊരുത്തൻ കാരണ ഞാൻ ജയിലിൽ പോയേ. എന്നാലും ഞാൻ അവൻ്റെ അടുത്ത് എന്തൊരു തെറ്റാണോ ചെയ്തത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവൻ എനിക്കിട്ട് പണി തന്നു. ഞാനിപ്പോൾ ഏതായാലും ഫ്രാങ്ക്ലിനെ വെറുതെ ഇടാൻ പോണില്ല. ഞാൻ ഫസ്റ്റ് അവൻ്റെ കൂട്ടുകാരെ കൊന്നു കളഞ്ഞു. പിന്നെ അവന് 2 അനിയന്മാരുണ്ടല്ലോ. അവൻ്റെ പേരൊന്നിട്ടായിരുന്നു, പേരെന്താന്ന് എനിക്കറിയില്ല. നമുക്ക് അവരെയും കൊന്നു കളയണം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഫ്രാങ്ക്ലിനെ ഞാൻ പെട്ടെന്ന് കൊല്ലില്ല. അവനെ പതുക്കെ ടോർച്ചർ ചെയ്തിട്ടേ കൊല്ലുള്ളൂ. ഒരു മിനിറ്റ്, ഇവരിവിടെ നിൽക്കണ്ടായിരുന്ന? ഈ മണ്ടന്മാരിപ്പോൾ എവിടെയായിരുന്നു? ഇതിപ്പോൾ ഏതായാലും പറ്റിയ ചാൻസാ. നമുക്ക് ഇവന്മാരെങ്ങും കൊന്നു കളയാം. എന്റെ അമ്മച്ചി, അയ്യോ നിങ്ങളൊക്കെ ആരാ? എന്തിനാ നമ്മളെ കൊന്നുകളയണേ? ഒരൊറ്റണത്തിന് ഞാൻ ഒന്നും വെറുതെ വിടില്ല. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഫ്രാങ്ക്ലിൻ അണ്ണാ, നിന്റെ അണ്ണനൊന്നും രക്ഷിക്കാൻ പറ്റില്ല. നിന്റെ അണ്ണനെ പോലീസ് പിടിച്ചു. അവനെയും എനിക്ക് കൊന്നു കളയണം. ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല. ഇവൻ ഇതുവരെയും ചത്തില്ലേ? ചാവടാ. ഇവനെന്താ ചാവാത്ത? ഓക്കെ, ഇവന്റെ കാര്യത്തിലും അങ്ങനെ തീരുമാനമായേക്കാണ്. ഇവർ പക്ഷെ ഇത്ര പെട്ടെന്ന് ചാവുന്നില്ല. നമുക്ക് ഇവരും പതുക്കെ ടോർച്ചർ ചെയ്ത് കൊല്ലാം, അതായിരിക്കും നല്ലത്. ഇവർക്ക് ഇപ്പോഴും ജീവനുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഷിൻചാനും പിൻചാനും മിക്കവാറും വീട്ടിലുണ്ടാവും. എന്നെ പോലീസ് പിടിച്ചത് അവന്മാർ കണ്ടിട്ടുണ്ടാവും. ഒരു മിനിറ്റ്, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ. അയാളുടെ കയ്യിൽ ഷോർട്ട് ഗണ്ണുണ്ട്. ഇയാളിപ്പോൾ ഷിൻചാനും പിൻചാനും കൊല്ലാൻ പോവുക. ഒരു കാര്യം ചെയ്യാം, ഇയാളുടെ പിന്നാലെ പതുക്കെ പോവാം. എന്നിട്ട് ഒരൊറ്റ അടിയാണ്. ദേ കിടക്കണം അവിടെ. ഒരു മിനിറ്റ്, എൻ്റെ കയ്യിൽ DBS ഉണ്ട്. ഇത് വെച്ചിട്ട് പടയ്ക്കാം. ചാവട അങ്ങട്. ഇയാളെ കണ്ടിട്ട് പക്ഷേ എനിക്കവിടെ കണ്ടുപരിചയമുള്ള പോലെ. ഇയാളെ ഞാൻ മുന്നേ എവിടെ കണ്ടിട്ടുണ്ട്. ആ, എനിക്ക് മനസ്സിലായി ഇയാൾ ആരാന്ന്. ഇയാൾ ആരാണ്ണ? അണ്ണന് ഇയാളറിയോ? ആടാ ഷിൻചാനെ, എനിക്ക് ഇയാളെ അറിയാം. ഇത് ഒരു 10 കൊല്ലം മുന്നത്തെ കാര്യമാണ്. ഇയാളെ പണ്ട് ഏതൊരു പെണ്ണിനെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് പോലീസിനെ കാണിച്ചു കൊടുത്തു. അന്നേരം പോലീസുകാർ ഇയാളെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി. ഇയാൾക്ക് എന്നിട്ട് 10 കൊല്ലം ശിക്ഷയും കിട്ടി.
ഇയാൾ പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. എന്തുട്ടായാലും കറക്റ്റ് ടൈമിൽ ഞാൻ വീട്ടിലേക്ക് വന്നേ, അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ പറ്റി. പക്ഷേ മൈക്കിളിനെയും ട്രെവറിനെയും ലെസ്റ്ററിനെയും രക്ഷിക്കാൻ പറ്റിയില്ല. അതാലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട്. ഇയാളുടെ കാര്യത്തിൽ ഇപ്പോൾ ഏതായാലും ഒരു തീരുമാനമായി.